مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت منجينا غدا من شفاعتك الصفاء من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي إلى محمد سيدنا محمد മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ ലോകത്ത് വന്ന ഒരുപാട് ഔലിയാക്കളുണ്ട്. നബി തങ്ങൾ വലിയ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മങ്കൂസ് മൗലിദിന്റെ അവസാനത്തിലൊരു ദുആ ഉണ്ട്. ആദ്യൊരു സ്വലാത്താണ്. ആ സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തവസ്സുലുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മിക്കൽ അദീം وبجاه نبيك الكريم ووليك العظيم اللهم الله إنا نتوسل إليك നിന്നിലേക്ക് ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നു ബിസ്മിക്കൽ അദീം നിന്റെ ഇസ്മുൽ ആദം കൊണ്ട് മഹത്തായ നിന്റെ പേരുകൊണ്ട് വബിജാഹി നബിയിക്കൽ കരീം കരീമായ നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹു കൊണ്ട് വവലിയിക്കൽ അദീം നിന്റെ അദീമായ വലിയിനെ കൊണ്ട് എന്ന് പറഞ്ഞ വലി ആരാണ് എന്നതിന് രണ്ട് വിശദീകരണമാണ്. ഒന്ന്, ആ വലിയ നബി തങ്ങൾ തന്നെയാകുന്നു എന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കന്മാരാണ്. എല്ലാ സ്വഹാബത്തും ഔലിയാക്കന്മാരാണ്. എല്ലാ താബിഉകളും ഔലിയാക്കന്മാര് തന്നെയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വലിയാണ്. അബൂ ഹനീഫത്തൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു വലിയാണ്. മാലിക് റളിയല്ലാഹു അൻഹു വലിയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയാണ്. അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു വലിയാണ്. അബാ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹു വലിയാണ്. ഔലിയാക്കൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഹിജ്റ 6-ാം നൂറ്റാണ്ട് മുതലാകുന്നു. അതിന് മുമ്പ് ഔലിയാക്കൾ ഇല്ലാത്തോണ്ടല്ല, അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. എന്തേ അങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ അറിയപ്പെടാണ്ടായ കാരണം? 6-ാം നൂറ്റാണ്ടായപ്പോ ലോകത്ത് മുസ്ലിം ലോകത്തിന്റെ ഭരണം അബ്ബാസിയ ഭരണാധികാരികൾക്കായിരുന്നു. അബ്ബാസിയ ഭരണാധികാരികളുടെ കാലഘട്ടത്തില് സമ്പത്ത് ധാരാളം ഉണ്ടായി, ആധിപത്യങ്ങളുണ്ടായി, ഭരണങ്ങളുണ്ടായി, ധാരാളം നാട്ടിലെ ഭരണം ഉണ്ടായി. സുഖങ്ങളും സൗകര്യങ്ങളും കൂടി വന്നതിനാൽ ശഹ്വത്ത് എന്ന ആഗ്രഹങ്ങൾ കൂടി. ശഹ്വത്ത് എന്ന ആഗ്രഹങ്ങൾ കൂടിയാൽ ദീനിയായ കാര്യങ്ങളെ ദുന്യാവിയായ വിഷയങ്ങൾക്ക് വേണ്ടി ന്യായീകരിക്കാൻ തുടങ്ങും. അങ്ങനെയായപ്പോൾ തസവുഫ് എന്നത് വ്യാപകമാകേണ്ട ആവശ്യമുണ്ടായി. അങ്ങനെ ആദ്യമായി മഹാനായ സയ്യിദുനാ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു മുതൽ തസവുഫിന്റെ തുടക്കമുണ്ടായി.
പക്ഷെ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന്റെ തസവുഫ് ആലിമീങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു, സാധാരണക്കാരിലേക്ക് ഇറങ്ങിയതല്ല. സാധാരണക്കാരിലേക്ക് ഇറങ്ങിയ തസവുഫിന്റെ ആദ്യത്തെ ഒരാൾ എന്ന് പറയാവുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഏറ്റവും പ്രസിദ്ധമായ ബഗ്ദാദ് അങ്ങാടിയിലെ അന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി. ഇറാഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഗ്ദാദിലെ ഏറ്റവും അറിയപ്പെട്ട വലിയ ജുമുഅത്ത് പള്ളിയിലെ ഖത്തീബാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാമാണ് എന്നൊക്കെ പറയാം. പുതിയ ഭാഷ ആകുമ്പോ അങ്ങനെയല്ലോ, വയസ്സായവർക്ക് തീരില്ല, ഇതിന്റെ കുഴപ്പമില്ല. ബഗ്ദാദിലെ, ഇറാഖിലെ ബഗ്ദാദ് ടൗണിലെ ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാമായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ജുമുഅയിൽ കൂടാൻ വേണ്ടി, മഹാനവറുകളുടെ പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി വിദൂരമായ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വന്നു ചേരൽ പതിവുണ്ട്. പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ ഓരോരു വർത്താനം പറയും, എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം എന്ന് പറയും. എന്താ വിഷയം? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാരണോലും നിസ്കരിക്കാൻ വരില്ല, അതാ പ്രശ്നം. അങ്ങനെ ആയ മനുഷ്യനാകെ സ്വീപ്പായല്ലോ, അതാണ് സംഗതി. മഹാനവറുകൾ വലിയ പ്രഭാഷകനാണ്, ധാരാളം ആളുകൾ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി വരും. വിദൂര നാടുകളിൽ നിന്നൊക്കെ ജുമുഅക്കാൾ വരും. ബഗ്ദാദിലെ ഏറ്റവും അറിയപ്പെടുന്ന പള്ളിയിലെ ഇമാമാണ്. ജുമുഅക്ക് നിറയെ ആളുണ്ടാവും. ജുമുഅ കഴിഞ്ഞു പോകുമ്പോ ഒരു അടക്കം പറച്ചില്, എന്താ സംഗതിയൊക്കെ സൂപ്പർ തന്നെയാണ്, പക്ഷേ മൂപ്പര് നന്നാക്കുകയാണെങ്കിൽ ആദ്യം നന്നാക്കേണ്ടത് കാരണോലല്ലേ എന്ന് പറയും. കാരണം ജ്യേഷ്ഠ നിസ്കരിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ കുറെ ഇങ്ങനെ അനുഭവിച്ചു, വല്ലാതെ അടങ്ങാറായി. പോലീസം ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ ആകെ സ്വീപ്പായി കാരണം. എന്ത് ചോദിച്ചു? നാട്ടുകാരൊക്കെ എന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ട്, ഓരൊക്കെ കേട്ടിട്ട് നന്നാവണുണ്ട്, ഇക്കാക്ക മാത്രം പള്ളിക്കൊക്കെ വരുന്നില്ല, ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, ഞാൻ തീരുമാനം ഉണ്ടാക്കാം. ഗസാലി ഇമാമിന്റെ പേര് അബൂ ഹാമിദുൽ ഗസാലി എന്നാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ പേര്. ഗസാലി ഇമാമിന്റെ ജ്യേഷ്ഠന്റെ പേര് മുഹമ്മദുൽ ഗസാലി എന്നാണ്. അബൂ ഹാമിദുൽ ഗസാലി, ജ്യേഷ്ഠൻ മുഹമ്മദുൽ ഗസാലി. ഗസാലി അവരുടെ കുടുംബ പേരാണ്. മുഹമ്മദുൽ ഗസാലി എന്ന ജ്യേഷ്ഠൻ വീട്ടിലേക്ക് വന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ എന്റെ അഞ്ചൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളും ഇവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയിലെ ഖത്തീബും ആണെന്ന് എനിക്കറിയില്ലേ, ആനക്കെന്താ ഒന്ന് ജുമുഅക്ക് പോയാല് എന്ന് ചോദിച്ചു. കാരണവര് പറഞ്ഞു, മൂത്ത മോൻ പറഞ്ഞു, ഉമ്മ ഞാൻ അടുത്ത വെള്ളിയാഴ്ച പോയിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ വെള്ളിയാഴ്ച മുഹമ്മദുൽ ഗസാലി നേരത്തെ തന്നെ ജുമുഅക്ക് വന്നപ്പോ ഗസാലി ഇമാമിന് വലിയ റാഹത്തായി. എല്ലാ പ്രശ്നവും ഇന്നത്തോടു കൂടെ തീരാണല്ലോ എന്ന് എഴുതിയിട്ട് നല്ല റാഹത്ത്. പള്ളിക്കന്ന് വാങ്കുവിളിച്ചു. മഹാനവറുകൾ ഖുതുബക്ക് വേണ്ടി ഹാജരായി. മിമ്പറിൽ കയറി ഖുതുബ ഓതി. നിസ്കാരം ആരംഭിച്ചു. അവ്വല് സഫ് തന്നെ കാക്ക അങ്ങനെ നിൽക്കുന്നുണ്ട്, വലിയ റാഹത്ത്. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന് തക്ബീർ ചൊല്ലിയപ്പോ മുഹമ്മദുൽ ഗസാലി കയ്യച്ചിട്ട് അവ്വല് സഫ് കൂടെ നടന്നിങ്ങനെയാണ് പോയി പുറത്തേക്ക്. വന്നിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ എരപ്പായി. അങ്ങനെ ഇപ്പൊ എന്താ കട്ടുക? അന്ന് പിന്നെ ജുമുഅ കഴിഞ്ഞേക്കിന് അവിടെ നിന്നോന്നില്ല, വേഗം പെരേക്ക് പോയി. കാരണം ആൾക്കാരൊക്കെ കൂടി പെരടിക്ക് പിന്നെ എന്തേലും വല്ല ടയർ എന്തേലും വെച്ചിട്ടോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ. അതുകൊണ്ട് വേഗം പെരേ പോയി. ഇമ്മാട് പറഞ്ഞു സംഗതി പറ്റിച്ചു പറഞ്ഞു. എന്താ ചോദിച്ചു? വന്നിട്ടില്ലെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ ഇടങ്ങാറായി. രണ്ടാമത്തെ റക്അത്തേക്ക് നീച്ചേക്കിന് കയ്യച്ചാണ് പോയി പറഞ്ഞു. എന്നിട്ട് എവിടെ ഓന് ചോദിച്ചു. ഓനെ പിന്നെ കാണാനില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം മുഹമ്മദുൽ ഗസാലി വന്നപ്പോ അമ്മ ചോദിച്ചു, മോനെ നീ ഇന്ന് ജുമുഅക്ക് ചെന്നിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോ കയ്യഴിച്ചു പോയി എന്ന് പറഞ്ഞല്ലോ, എന്തേ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഉമ്മ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത് വരെ പ്രശ്നങ്ങളൊന്നുമില്ല,
രണ്ടാമത്തെ റക്അത്ത്ക്ക് നീച്ചതോടുകൂടെ ചോരയില് ആകെ അങ്ങോട്ട് കുളിച്ചപ്പോ ഞാൻ പോയതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പരിങ്ങനെ ഒരു ഹൗലായി ആയിട്ട് പോവുകയും ചെയ്തു. പിന്നെ അബൂ ഹാമിദുൽ ഗസാലി പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, എന്റെ ഇക്കാക്ക പറഞ്ഞത് രണ്ടാമത്തെ റക്അത്ത്ക്ക് എഴുന്നേറ്റപ്പോ ചോരയിൽ ഇങ്ങനെ കുളിച്ചപ്പോ ഞാൻ പോവുകയാണ് പറഞ്ഞ്, അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. അതിലൊരു ശരിയുണ്ട് പറഞ്ഞു. എന്താ ശരി? ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്രത്തിൽ ഫിഖ്ഹിൽ ഒരു കിതാബ് എഴുതി. അതിന്റെ പേര് ബസീത്ത് എന്നാണ്. വിശാലമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫിഖ്. എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് ഇങ്ങനെ തോന്നി, ആരാപ്പതൊക്കെ നോക്കി തീർക്ക, ഒന്ന് ചുരുക്കിയാലോ എന്ന് തോന്നിയിട്ട് മൂപ്പരതൊന്ന് ചുരുക്കി എഴുതി. അതിന്റെ പേരാണ് വസീത്ത് എന്ന് പറയുന്നത്. എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തോന്നി, ആരാപ്പതൊക്കെ നോക്കി തീർക്ക, ഒന്നും കൂടി ചുരുക്കിയാലോ എന്ന് തോന്നിയിട്ട് മൂന്നാമത്തെ ചുരുക്കല് നടക്കുകയാണ് വജീസ്. ഹൈള് നിഫാസിന്റെ അവിടെ ഇങ്ങനെ മസല എഴുതിക്കൊണ്ടിരിക്കണതിന്റെ ഇടയില് പള്ളിക്കന്ന് മുക്രിക്കാക്ക് വാങ്ങിക്കൊടുത്തതാണ്. ആ കടലാസും പേനി അവിടെ വെച്ചിട്ട് ജുമഅക്ക് പോയി, ഖുത്ബോദി. ഒന്നാം റക്അത്ത് കഴിഞ്ഞു. രണ്ടാം റക്അത്തിലേക്ക് എഴുന്നേറ്റതോടുകൂടെ കൽബിലേക്ക് ഹൈള് നിഫാസിന്റെ മസല എഴുതിയതിന്റെ ബാക്കി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴാണ് ഇക്കാക്ക കൈയഴിച്ചു പോയത് എന്ന് മനസ്സിലായപ്പോ മുഹമ്മദുൽ ഗസാലിയെ അന്വേഷിച്ചു പുറപ്പെട്ടു. ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. മുഹമ്മദുൽ ഗസാലിയെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇന്നൊന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, നന്നാക്കൊക്കെ ചെയ്യാം, തൊള്ളേത്തെ നാവ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. നന്നാക്കണേന് കുഴപ്പമൊന്നുമില്ല, നന്നാവണമെങ്കിൽ ഒരു വഴിയുണ്ട്, തൊള്ളേത്തെ നാവ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു. ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാം സ്ഥാനം രാജിവെച്ച് മസ്ജിദ് തൂസ് എന്ന പേരായ ഇറാഖിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഒരു പള്ളിയില്, ഇറാഖിലെ മിനി ഊട്ടിയിലുള്ള ഒരു പള്ളി പോയിട്ട്, ഒരു മലഞ്ചെരുവിലുള്ള പള്ളി പോയിട്ട് അവിടെ 3 മാസത്തോളം സംസാരിക്കാതിരുന്നു. അത്യാവശ്യത്തിന് മാത്രം വർത്തമാനം പറയും. അങ്ങനെ 3 മാസം ഇരുന്നു. ആ 3 മാസത്തെ നിശബ്ദ വ്രതം കഴിഞ്ഞതിന് ശേഷം, മൗനമായ വ്രതം കഴിഞ്ഞതിന് ശേഷം ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എഴുതിയ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ്. തസവ്വുഫിന്റെ വളരെ പ്രധാനപ്പെട്ട വിശാലമായ രചനകളിൽ ആദ്യത്തേത് എന്ന് പറയാവുന്നത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ രചനയാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് അത് നടക്കുന്നത്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചു. ആ മനുഷ്യന്റെ പേരാണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ശിഷ്യനാണെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ എന്നാലും പ്രബലമായ അഭിപ്രായം ബഹുമാനപ്പെട്ട അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസമാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്നാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ച എല്ലാ നിയമങ്ങളെയും സാധാരണക്കാർക്കിടയിൽ നടപ്പിൽ വരുത്തി മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഹിജ്റ 470കളാണ് കാലം. 470 എന്ന് പറയുന്നത് 5-ാം നൂറ്റാണ്ടാണ്. 401 മുതൽ 499 അല്ലെങ്കിൽ 500 വരെയുള്ള കാലഘട്ടമാണ് 5-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കാലഘട്ടം. അതിന് മുമ്പ് എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ മുമ്പ് അതിന്റെ ആവശ്യമില്ല. അതിന്റെ മുമ്പ് സാധാരണക്കാരൊക്കെ ഔലിയാക്കൾ തന്നെയാണ്. അതാണ് കാരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വലിയാണ്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വലിയാണ്. അങ്ങനെ ഓരോ സഹാബത്തിനെയും താബികളെയും എടുത്താൽ എല്ലാവരും ഔലിയാക്കൾ തന്നെയാണ്. അന്നത്തെ സാധാരണക്കാർ വരെ വലിയ വലിയ ദറജയുള്ള ആളുകളായതിനാൽ
തസവുഫ് എന്ന ഒന്ന് വേറെ ആവശ്യമുണ്ടായില്ല. 5, 6, 7, 8 ഹിജ്റ 5, 6, 7, 8 നൂറ്റാണ്ടുകളാണ് തസവുഫിന്റെ നൂറ്റാണ്ട്. ആ കാലത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു വരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മഹാനായ സയ്യിദുനാ അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു വരുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു വരുന്നത്. മഹാനായ സയ്യിദുനാ അബുൽ ഹസൻ അലി നിഷാദുലി റളിയല്ലാഹു അൻഹു വരുന്നത്. ബഹാവുദ്ദീൻ നഖ്ശബന്ദി മുഹമ്മദ് അൽ ബുഖാരി റളിയല്ലാഹു അൻഹു വരുന്നത്. എല്ലാം ആ കാലഘട്ടത്തിലാണ്. നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് പറഞ്ഞാല് സുന്നികൾക്ക്, നമുക്ക് പറഞ്ഞാൽ സുന്നികൾക്ക് എന്നാണല്ലോ. സുന്നികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? എല്ലാ കാലഘട്ടത്തിലും വന്ന സ്വാലിഹ്യങ്ങളൊപ്പം നമ്മൾ ഉണ്ടാവും. അതാണ് നമ്മളൊരു പ്രത്യേകത. സമസ്തന്റെ 100ാം വാർഷികത്തിന്റെ പ്രമേയങ്ങൾ ശ്രദ്ധിച്ചോ? സമസ്തന്റെ 100ാം വാർഷികത്തിന്റെ പ്രമേയം സമസ്ത ഉണ്ടായിട്ട് 100 കൊല്ലാണല്ലോ ആയത്. പക്ഷെ പ്രമേയത്തിൽ നൂറ്റാണ്ടുകളിലൂടെ എന്ന് ജമ്മാണ്. ഒരു നൂറ്റാണ്ടല്ല, കുറെ നൂറ്റാണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. പ്രമേയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. നൂറ്റാണ്ടിലൂടെ എന്ന് ഏകവചനല്ല, നൂറ്റാണ്ടുകളിലൂടെ എന്ന് ബഹുവചനമാണ്. സമസ്ത ഉണ്ടായിട്ട് ഒരു നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ നൂറ്റാണ്ടുകൾ ആയത്? അതിനൊരു കാരണമുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യം 100 കൊല്ലത്തെ പാരമ്പര്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ പാരമ്പര്യമാണ്. അന്ന് നമ്മളെല്ലാരും നബിന്റെ ഒപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. സക്കാത്ത് നിഷേധികൾ ഉണ്ടായി. ഇസ്ലാമിൽ അസംഘടിതമായി ആദ്യമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സക്കാത്ത് നിഷേധമാകുന്നു. അവരുമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംവാദം നടത്തി. ചിലരുമായി യുദ്ധം ചെയ്തു. കുറച്ചാൾക്കാര് പിന്തിരിഞ്ഞു, ബാക്കി ആൾക്കാർ ഉറച്ചു നിന്നു. നമ്മളാരപ്പ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പം. അതാണ് പാരമ്പര്യം. ഉമർ റളിയല്ലാഹുവിന്റെ കാലം വന്നു. വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലാതെ അങ്ങനെയാണ് കഴിഞ്ഞു പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അൽ ഫിത്നത്തുൽ കുബ്ര എന്ന് പറയുന്ന ഈ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും വലിയ ഫിത്നയുണ്ടാകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിശ്ചയിച്ചിരുന്ന ഗവർണർമാരുടെ മേൽ അഴിമതി ആരോപണം നടത്തി. ജൂതന്മാരാണ് ആരോപണം നടത്തിയത്. ഒന്നുമില്ലാതപ്പോ അങ്ങനെ പറയില്ലല്ലോ എന്ന് കുറച്ചാൾക്കാർക്ക് തോന്നി. അങ്ങനെയല്ലോ, കാറില്ലാതെ മഴ പെയ്യൂല എന്ന് പറയും ചില ആൾക്കാര്, തീയില്ലാതെ പുക ഉണ്ടാവൂല എന്ന് പറയും ചില ആൾക്കാര്. ഒന്നുമില്ലാതപ്പോ അങ്ങനെ പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചാൾക്കാര് അഴിമതി ആരോപണം ഉന്നയിച്ച ആൾക്കാരൊപ്പം ചേർന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. നമ്മളാരപ്പാ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒപ്പം. അതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞത്. എല്ലാ കാലത്തും നമ്മൾ സ്വാലിഹ്യങ്ങളൊപ്പം നിന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നമ്മളാരപ്പാ? അലി റളിയല്ലാഹുവിന്റെ ഒപ്പം. അവിടുന്ന് ഇങ്ങനെ പോന്നാൽ താബിയുടെ കാലഘട്ടം വന്നു. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് മഹാനവർകളുടെ ശിഷ്യൻ തന്നെ ആദ്യമായി ഇസ്ലാമിക ലോകത്ത് അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്നു. നമ്മളാരപ്പാ? ഹസനുൽ ബസരിന്റെ ഒപ്പം. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഹിജ്റ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വന്നു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വന്നു. മാലിക് റളിയല്ലാഹു അൻഹു വന്നു. 4 മദ്ഹബ് ആക്കിയതല്ല, 4 മദ്ഹബ് ആയതാണ്. മദ്ഹബ് വേറെ ഉണ്ടായിരുന്നു, പറ്റാത്തോണ്ടാണ്. മദ്ഹബ് 4 നല്ല ഉണ്ടായിട്ട് വേറെ ഉണ്ടായിട്ടുണ്ട്. 10ഓളം മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്.
അബ്ദുല്ലാഹിൽ ഇബാദ് എന്ന് പറയുന്ന ആളുടെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. സ്വീകരിക്കാൻ പാടില്ല, കാരണം അത് ഹക്കല്ല, ഹക്കിന്റെ പേരിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ പറഞ്ഞു. ഹക്ക് 4 ഉള്ളൂ. ഷാഫി മദ്ഹബ് തന്നെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. 4 ഏതായാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയണത്. നമ്മളെ പള്ളിന്റെ മദ്രസിന്റെ ഒക്കെ ഭരണഘടനയിൽ ഉണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 മദ്ഹബിനെ സ്വീകരിക്കണം. നമ്മൾ ഷാഫികളാണെന്ന് എഴുതിയിട്ട് എല്ലാവരും ഷാഫികളാവണമെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല, വാശിയൊന്നുമില്ല. നമ്മളേതാ വെച്ചാ അതന്നെ ഇക്കോളം എന്നുള്ള വാശിയല്ലത്. ഹക്ക് 4 ഉള്ളൂ, ശരി 4 ഉള്ളൂ, അതിനാൽ 4 ആവാൻ പറ്റുള്ളൂ എന്നാണ്. ലോകവ്യാപകമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഷാഫി മദ്ഹബ് ഒന്നല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹനഫി മദ്ഹബാണെന്നാണ്. കേരളത്തിൽ ഷാഫി മദ്ഹബാണ്. അതുകൊണ്ട് ഷാഫി മദ്ഹബുകാരായ നമുക്ക് എല്ലാവർക്കും ഷാഫി മദ്ഹബുകാരാവണം എന്ന അഭിപ്രായമൊന്നുമില്ല. ഷാഫി ആയാലും കുഴപ്പമില്ല, ഹനഫി ആയാലും കുഴപ്പമില്ല, ഹംബലി ആയാലും കുഴപ്പമില്ല, മാലിക്കി ആയാലും കുഴപ്പമില്ല എന്നാ നമ്മളെ അഭിപ്രായം. അല്ലാത്തത് പറ്റൂല. എന്തുകൊണ്ട്? ദാവൂദുല്ലാഹിയുടെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ മദ്ഹബ് മുഴുവനായും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, അതിനാൽ പറ്റൂല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, കാരണം അത് നിയമത്തോടും ന്യായത്തോടും ഹക്കിനോടും യോജിക്കുന്നതല്ല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് ഇന്ന് നിലവിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, ഒമാനിലുണ്ട്. ഇബാദിയാക്കൾ എന്ന് വരാൻ ആൾക്കാര് ഒമാനിലുണ്ട്. ഒമാനിൽ പോയ ആൾക്കാർക്ക് അറിയാം. മഴ പെയ്താൽ നിസ്കാരം ജമ്മാക്കും, വെയിലറിച്ചാൽ നിസ്കാരം ജമ്മാക്കും, റോഡ് ചൂടായാൽ ജമ്മാക്കും, ക്ഷീണം കൂടുതലായാൽ ജമ്മാക്കും. അങ്ങനെയൊക്കെയാണ്. കാരണം ജമ്മാക്കാന് ചെറിയ കാരണം മതി എന്നൊക്കെയാണ് അബ്ദുല്ലാഹിൽ ഇബാദിന്റെ അഭിപ്രായം. അത് മാത്രമൊന്നല്ല കേട്ടോ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ന്യായത്തോടും യുക്തിയോടും ഇസ്ലാമികമായ പ്രമാണങ്ങളോടും യോജിക്കാത്തതിനാൽ അത് സ്വീകരിക്കാൻ പാടില്ലെന്നും സ്വീകരിക്കുന്നവൻ ബിദ്അത്തുകാരനായി തീരുമെന്നുമാണ് നമ്മുടെ അഖീദ. എന്തുകൊണ്ട്? സംഗതി ശരിയല്ല. അപ്പൊ ഷാഫി മദ്ഹബ് തന്നെ ആവണം എന്നുള്ള വാശിയല്ലത്, ഹക്കാവണം എന്ന വാശിയാണ്. ഷാഫി മദ്ഹബ് നമ്മളുള്ളവർ തന്നെ ആവണം എന്നാണെങ്കിൽ നമുക്ക് എല്ലാവരും ഷാഫി മദ്ഹബ് തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിച്ചൂടെ? അങ്ങനെയല്ലല്ലോ. ഹനഫി ആവണേന് നമുക്കൊരു കുഴപ്പമില്ലല്ലോ. നമ്മൾ സുബഹിക്ക് ഖുനൂത്ത്, ഹനഫി മദ്ഹബ് സ്വീകരിച്ചാൽ സുബഹിക്ക് ഖുനൂത്ത് ഓതൂല. ഹനഫി മദ്ഹബ് സ്വീകരിച്ചിട്ടാണ് ഖുനൂത്ത് ഓതാത്തതെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുള്ളവർ തന്നെ ആവണം എന്ന വാശിയല്ലത്. സത്യത്തിന്റെ മേൽ മാത്രമേ ആകാവൂ, സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായമാണ്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്കൂല. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്വീകരിക്കും, മഹാനവർകളുടെ മദ്ഹബിനെ സ്വീകരിക്കൂല. എന്താ കുഴപ്പം? ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് മഹാനവറുകളാൽ ഉണ്ടായതല്ലെന്നും ആരോ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ മേൽ എഴുതി വെച്ചതാണെന്നും അഭിപ്രായമുള്ളതിനാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് നമ്മളെ അഭിപ്രായം. അതുകൊണ്ട് ബാത്തിലാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പിന്തുടരാൻ പാടില്ല എന്ന് പറയുന്നത്. 5 നൂറ്റാണ്ടിന് ശേഷം, 3 നൂറ്റാണ്ടിന് ശേഷം, ഹിജ്റ 4, 5 നൂറ്റാണ്ടുകളിലായിട്ടാണ് അഖീദയുടെ ഇമാമുമാര് വരുന്നത്. ഹിജ്റ 3-മൂന്നാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഫിഖഹിന്റെ അയിമ്മത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഫിഖഹിന്റെ കാലം എന്ന് പറഞ്ഞാല് ഈ ദീനിൽ ആദ്യമായി ഉറപ്പിച്ചത് ഫിഖഹാണ്. നിങ്ങൾക്ക് മനസ്സിലാകേണ്ടിയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഉണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കാം അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിച്ചോട്ടെ. ഇല്ലെങ്കിൽ പറഞ്ഞോളി, വിഷയം മാറ്റാം, നമുക്ക് സ്വർഗം നരകൊക്കെ ആക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഒരു ഹർക്കത്തും ഇല്ല. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നാ ഒരു യാനബി ഇല്ല. യാനബി യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലവാത്തുല്ലാഹി അലൈക്കും അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا
قط يا وجه سروري يا نبي يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അപ്പൊ ശ്രദ്ധിച്ചോക്കാണി, 1-ാം നൂറ്റാണ്ട് നബിയുടെയും സഹാബത്തിന്റെയും കാലഘട്ടം, 2-3 നൂറ്റാണ്ടുകൾ ഫിഖഹിന്റെ ഇമാമുമാരുടെ കാലഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനില് ഇളക്കല്ലാതെ ആദ്യം ഉറപ്പിച്ചത് ഫിഖഹാണ്. ആദ്യം ഉറക്കണം. എന്താ കാരണം? ഫിഖ് എല്ലാവർക്കും വേണ്ടതാണ്. ത്വരീഖത്ത് എല്ലാവർക്കും ഉണ്ടായിട്ട് ചെയ്യലും കുഴപ്പമൊന്നുമില്ല. ഫിഖ് ഇല്ലാതെ ആർക്കും കഴിയൂലല്ലോ. ഏത് കണ്ണൂട്ടുകാരനും വേണം ഫിഖ്, ഏത് തെങ്ങുമക്കാരൻ ആൾക്കും വേണം ഫിഖ്, ഏത് കൂലിപ്പണിക്കാരനും വേണം ഫിഖ്, ഏത് ഡോക്ടർക്കും എഞ്ചിനീയർക്കും ഒക്കെ ആവശ്യമുള്ളതാണ് ഫിഖ്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിൽ ആദ്യം ഉറപ്പിച്ചു നിർത്തിയത് ഫിഖാണ്. 4 മദ്ഹബുകൾ സ്ഥിരപ്പെട്ടു. 4-ന് അപ്പുറത്തേക്ക് ഒരാൾ പോയാൽ, 4ഉം വേണ്ടെന്ന് പറഞ്ഞാൽ, 4ഉം കൂടി കൂട്ടിക്കുഴച്ചാൽ അവൻ ബിദ്അത്തുകാരനാണ് എന്ന് നമ്മൾ പറയും. അതാണ് ആദ്യം സ്ഥിരപ്പെട്ടത്. അത് കഴിഞ്ഞ് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 4-ാം നൂറ്റാണ്ട് മുതലാണ് വിശ്വാസപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത്. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണെന്ന് വാദിച്ചു. ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ല എന്ന് വാദിച്ചതിനാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചാട്ടവാറ് കൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുഅ്തസിലി എന്ന പേരായ വിഭാഗത്തിനാണ് ഭരണമുണ്ടായിരുന്നത്. മുഅ്തസിലിയാക്കളുടെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണ്, സൃഷ്ടിയാണ് എന്ന വാദം. നമ്മളെന്താ പറഞ്ഞത്? സുന്നികളായ നമ്മൾ പറഞ്ഞത് ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടി അല്ലെന്നും അതവന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ് എന്നുമാണ് നമ്മുടെ വാദം. അതായത് ഖുർആൻ അല്ലാഹു ഉണ്ടാക്കിയതല്ല, അല്ലാഹുവിന്റെ കലാം അല്ലാഹു ഉണ്ടാക്കിയതാണെന്ന് വന്നാൽ കലാം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു ഇല്ല എന്ന് വരും. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലെന്നും അല്ലാഹു എന്നുണ്ടോ അന്ന് മുതൽ അല്ലാഹുവിന്റെ കലാം ഉണ്ട് എന്നുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവസാനം കഴിഞ്ഞിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്താ ആ 3-ാമത്തെ പറഞ്ഞു എന്ന് ചോദിക്കേണ്ടി വരും. അപ്പൊ വന്നിരിക്കുക എല്ലാവരും. ഇൻഷാ അല്ലാഹ് സദസ്സൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. മൈക്ക് അതിലേറെ ഉഷാറാണ്, ക്യാമറ അതിനേക്കാൾ ഉഷാറാണ്, ഒരുക്കങ്ങളൊക്കെ വളരെ ഗംഭീരമാണ്. കവറ് കൊടുന്നവര് ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. തങ്ങൾ വന്നിട്ട് നമുക്ക് ടി വി നടത്തുന്നത് അപ്പൊ അത് നടത്തിയാലോ? തങ്ങൾ വന്നിട്ട് നടത്തണം. ഇപ്പൊ നടത്തല്ലേ? ആൾക്കാർ വരും, നടത്തിക്കോളി. ആണുങ്ങൾക്ക് മുസാഫത്താണ്, ആണുങ്ങൾക്ക് തങ്ങൾ വന്നിട്ട് മുസാഫത്താണ്, കനം കൂടും. പെണ്ണുങ്ങൾക്ക് വക്കറ്റാണ്, കനം ഒട്ടും കുറക്കണ്ട. അപ്പൊ അത് എന്നാ ഇൻഷാ അല്ലാഹ് ഒരു സൗകര്യം പോലെ പിരിച്ചോളും. അതിനു വേണ്ടി പ്രത്യേക സമയമൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയല്ലാരും, എനിക്ക് നോക്കിയാലേ വയലറിയാൻ കഴിയുള്ളൂ എന്നുള്ള എൻ്റെ ഒരു പ്രശ്നമാണ്. നോട്ടം പോയാൽ വയല് പോകും, അതാണ്. അങ്ങനെ നോക്കിയിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറയാം, അങ്ങനെ. അപ്പൊ എല്ലാരും കൂടി നോക്കുക. എല്ലാരും ചൊല്ലി അശ്ശഫാഅത ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹ്ലനാ ഇൻലായ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമൻ ലഹാ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങോട്ട് നോക്കുക എല്ലാരും.
അപ്പൊ 4-5 നൂറ്റാണ്ടുകളിലാണ് അഖീദയുടെ ഇമാമുകൾ വരുന്നത്. നമ്മളെ പാരമ്പര്യത്തിൽ ആദ്യം ഉറപ്പിച്ചത് ഫിഖ് ആണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും ആവശ്യമുള്ളതായിരുന്നു ഫിഖ്. 5-ാം നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി ഈമാൻ കാര്യത്തിൽ വരെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിനാൽ ഈമാൻ ഉറപ്പിക്കേണ്ടി വന്നു. ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖാണെന്ന് വാദിച്ചു. നമ്മളെ വിശ്വാസം അനുസരിച്ച് ഖുർആൻ അള്ളാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. ലൈലത്തുൽ